പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ കുടുങ്ങിയവരിൽ മലയാളികളുമുണ്ട്. മലപ്പുറം സ്വദേശിയായ അഫ്സലും സംഘവുമാണ് അവിടെ കുടുങ്ങിയതെന്ന് ആ വാർത്ത നമ്മൾ നേരത്തെ പങ്കുവച്ചതാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. നമുക്കറിയാം, ടെഹ്റാനൊക്കെ കേന്ദ്രീകരിച്ച് ഒരുപാട് മലയാളികൾ ബിസിനസ് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ അവിടെ എത്തിയത്. നിലവിൽ നോർക്ക അടക്കം ഇറാനിലുള്ള മലയാളികളുടെ വിവരങ്ങളൊക്കെ തേടി വരുന്നുണ്ട്. അവരെ സുരക്ഷിതമായി നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ അനൂപ് പറഞ്ഞ പോലെ വിദ്യാർത്ഥികൾ ഒരുപാട് പേർ ഇറാനിലുണ്ട്. അവർക്ക് കരമാർഗം അവരെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള നടപടികളെ കുറിച്ചാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ നോർക്ക റൂട്ട് ആസ്ഥാനത്ത് നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് നമുക്ക് മുൻപ് ഉദാഹരണങ്ങളുണ്ട് അല്ലെ? നമ്മൾ വളരെ സിറിയയിലൊക്കെ യുദ്ധം നടന്ന സമയത്ത് നമ്മുടെ നഴ്സുമാരെയൊക്കെ വളരെ സുരക്ഷിതരായി തിരിച്ചു കൊണ്ടുവന്ന ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ഈ യുദ്ധഭീതി നിലനിൽക്കുന്നതിനിടയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ, മലയാളികളെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികൾ? മധു, നിരവധി മലയാളികൾ ടെഹ്റാനിൽ കുടുങ്ങിയിട്ടുണ്ട്. അവർ പലരും ഹോട്ടലിലാണ്. അതായത് ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നതിന് മുൻപ് അവിടെ എത്തിയവരാണ്. അപ്പോൾ അവർ പലരും ഹോട്ടലിൽ തന്നെ ഇപ്പോഴും തങ്ങുകയാണ്. നോർക്ക റൂട്ട്സുമായും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയുമായും എല്ലാം ബന്ധപ്പെടുന്നുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ നോർക്ക റൂട്ട്സിന്റെ CEO അജിത് കൊളശ്ശേരി ഉണ്ട്. സർ, എങ്ങനെയാണ് നമുക്കിപ്പോൾ ലാസ്റ്റ് നമുക്ക് അവരെങ്ങനെയാണ് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യണോ ചെയ്തത്? ആരാണ് ബന്ധപ്പെട്ടത്? എന്നോട് അഫ്സലാണ്, മലപ്പുറത്തു നിന്നുള്ള ഒരു അഫ്സലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളൊരു ടീമുമാണ് എന്നോട് ബന്ധപ്പെട്ടത്. അവര് GCCയിൽ നിന്ന് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ടെഹ്റാനിലേക്ക് യാത്ര ചെയ്താണ്. കോൺഫ്ലിക്റ്റിന് മുമ്പ് തന്നെ അവർ യാത്ര ചെയ്യുകയും ടെഹ്റാനിൽ അവരുടെ ഹോട്ടലിൽ താമസിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അവർ ഹോട്ടലിൽ സ്ട്രക്ക് ഡൗൺ ആയിരിക്കുകയാണ്. അപ്പം അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പം ഇത് സംബന്ധിച്ചിട്ട് ഞങ്ങളവരോട് പറഞ്ഞത് ഇന്ത്യൻ എംബസിയുമായിട്ടും മിഷനുമായിട്ടും കോണ്ടാക്ട് ചെയ്യുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടുന്ന് എയർ ഓപ്പറേഷൻസ് ഒന്നും ഇല്ലാത്തതിനാൽ സേഫായിട്ട് ഹോട്ടലിൽ തന്നെ തുടരുവാനാണ് ഞങ്ങൾ. ഏത് ജില്ലയെന്നുള്ളവരാണ്? മലപ്പുറം ജില്ലയിൽ നിന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് അവരുടെ സ്ഥലം ഞാൻ മറന്നുപോയി. എത്ര പേരാണെന്ന് പറയുന്നുണ്ടോ? ഇതൊരു ലെസ് ദാൻ 10 പേരിൽ താഴെയുള്ള ഒരു ഗ്രൂപ്പാണ്. സാറിന് ഒരു ഓഡിയോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഇന്നലെ വിളിച്ചിരുന്ന ആളാണ്, ടെഹ്റാനിൽ. ഇവിടെ എംബസിയിൽ നിന്നും അറിവൊന്നും കിട്ടിയിട്ടില്ല. ഒരു എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും ട്വിറ്റർ നോക്കാനൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ അവിടുന്ന്? എന്തെങ്കിലുള്ള സതീഷ് ഏട്ടൻ പറഞ്ഞിട്ട് അങ്ങനെ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള വേറെ കോളുകൾ വരെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവിടെ മലയാളികൾ അങ്ങനെ ആരെയും വിളിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഈ മെസ്സേജിൽ അവർക്ക് എന്താണ് നമ്മുടെ എംബസി അവരോട് ആവശ്യം പറഞ്ഞിരിക്കുന്നത് എംബസിയുടെ ട്വിറ്ററിൽ നോക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവര് നമ്മളോട് ചോദിച്ചത് വേറെ ഏതെങ്കിലും മലയാളി ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും എംബസിയുടെ ഇന്റിമേഷൻസ് പരിശോധിക്കാനാണ് ഞങ്ങളും അവരോട് പറഞ്ഞത്. ഈ 9 പേരല്ലാതെ വേറെ മലയാളി ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ അവരെപ്പെട്ടവരോ ഇതുവരെ നോർക്കയിൽ മറ്റുള്ളവരാരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ഈ ഗ്രൂപ്പ് അല്ലാതെ. ഏറ്റവും ഒടുവിലായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? കഴിഞ്ഞ ദിവസമാണ്. ഇന്ന് അവരുടെ കോണ്ടാക്ട് കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പോൾ മധു, അതായത് അവരും നോർക്കയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോഴും CEO അവരുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്, പക്ഷെ അവർ ഫോണിൽ കിട്ടുന്നില്ല. വാട്സപ്പിലൂടെ മാത്രമേ അവരുമായിട്ട് ബന്ധപ്പെടാനും സാധിക്കുന്നുള്ളൂ. ഏതായാലും ഏറ്റവും ഒടുവിലായി അവർ ബന്ധപ്പെടുമ്പോൾ അവർ സുരക്ഷിതരാണ്, ഹോട്ടലിൽ തന്നെ തങ്ങണം. മാത്രമല്ല, പുറത്തേക്ക് പോയത് എയർ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അതിനാൽ തന്നെ എംബസിയുടെ നിർദ്ദേശങ്ങൾ ട്വിറ്ററിലൂടെ അറിയിക്കാൻ ഇപ്പോൾ മാർഗമുള്ളപ്പോൾ അത്തരം നിർദ്ദേശങ്ങൾ പാലിച്ചതിന് അവിടെ തുടരാനുള്ള നിർദ്ദേശമാണ് നോർക്കയും നൽകിയിട്ടുള്ളത്. നോർക്കയും എംബസി അധികൃതരുമായി ബന്ധപ്പെട്ടാണ് ഇവരുമായി ആശയവിനിമയങ്ങൾ നടത്തി വരുന്നത്.